വെൽക്കം ടു സഹാന സിമ്പിൾ ടിപ്സ്. ഇന്നേക്ക് നമുക്ക് പുതിന ഫ്ലേവറിലുള്ള ഒരു ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല മണവും രുചിയുമുള്ള ഈ ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പുളിപ്പില്ലാത്ത തൈര് 4 സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 3 സവാള, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ച് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് പച്ചമണം പോകും വരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ അളവെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം 2 തക്കാളി അരച്ചത് ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. തക്കാളിയുടെ പച്ചവാസന പോയതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ തമിഴ് റെസിപ്പികളും മലയാള റെസിപ്പികളും രണ്ടും കലർത്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. പകുതി വേഗാവുമ്പോൾ ഇത് തുറന്നു നോക്കി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ചെറുതായി ഞറുക്കിയ പുതിനയില ഇതിൻ്റെ മേളിൽ ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ്, എരിവ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ പൂർണ്ണമായും വെന്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ചുകൂടി പുതിനയില അരിഞ്ഞത് ചേർത്ത് ഇത് അടച്ചു വയ്ക്കണം. ആ ചൂടിൽ തന്നെ അടച്ചു വയ്ക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. പുതിനയുടെ ഫ്ലേവറിലുള്ള അടിപൊളി ചിക്കൻ കറി റെസിപ്പി റെഡിയായി കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് മറുപടി സന്ധിക്കും വരേക്കും ബൈ ഫ്രം സഹാന സിമ്പിൾ ടിപ്സ്.